മെഡിക്കൽ കോഡേഴ്സ് ഇൻഷുറൻസ് കോർഡിനേറ്റർ എന്നൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് കുറേ പേർക്ക് അറിയാത്ത ഒരു ഡൗട്ടാണ്. എല്ലാ ഡോക്ടേഴ്സും മെഡിക്കൽ കോഡേഴ്സ് ആവണമെന്നില്ല. അപ്പോൾ ഫ്രണ്ട് എൻഡിലുള്ള ആൾക്കാർ, ഈ ബില്ലിങ്ങിനുള്ള പാർട്ടിയിലത്തെ ആൾക്കാർക്കും അത് അറിയണമെന്നില്ല. സോ ഈ മെഡിക്കൽ കോഡേഴ്സ് ഇൻഷുറൻസ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ഒരു ഇൻഷുറൻസ് കോർഡിനേറ്റർ ആസ് എ മെഡിക്കൽ കോഡർ എന്ന് പറഞ്ഞാലും ഇൻഷുറൻസ് കോർഡിനേറ്റർ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും പ്രോസസ്സിലോട്ട് പോകുന്നുണ്ട്. വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, കുറേ പേര് UAE-ലുള്ള ഒരുപാട് പേര്, അതുപോലെ നാട്ടിലുള്ള ഒരുപാട് കുട്ടികൾക്കുള്ള ഒരു ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് മെഡിക്കൽ കോഡേഴ്സ് ഇൻഷുറൻസ് കോർഡിനേറ്റർ ആയിട്ട്, അഥവാ ഇപ്പോൾ UAE-ലായാലും അതർ GCC കൺട്രീസിലായാലും മെഡിക്കൽ കോഡേഴ്സ് ഇൻഷുറൻസ് കോർഡിനേറ്റർ എന്നൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് കുറേ പേർക്ക് അറിയാത്ത ഒരു ഡൗട്ടാണ്. നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാത്തൊരു ഡൗട്ടാണ്. അപ്പോൾ അതിനുള്ള ഒരു ആൻസറാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയണത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മേജറായിട്ടൊരു കാര്യം പറയാൻ പോകുന്നുണ്ട്. വീഡിയോക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും ചോദിക്കാറുണ്ട് അല്ലേ, നമ്മൾ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നാണ് അടുത്ത ബാച്ച്? ഇപ്പോൾ UAE കാൻഡിഡേറ്റ്സും ഒരുപാട് ചോദിച്ചു തുടങ്ങിയിരിക്കണം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നമ്മളെ നെക്സ്റ്റ് ബാച്ച് വരുന്നത് മാർച്ച് 31 മാർച്ച് 31 ഇന്ത്യൻ ടൈം എന്ന് പറഞ്ഞാൽ 1 മണി മുതൽ 3 മണി വരെ. അതുപോലെ UAE ടൈം എന്ന് പറഞ്ഞാൽ 11:30 to 1:30. ഈ ടൈമാണ് നമ്മളെ നെക്സ്റ്റ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ UAE-ലുള്ള കാൻഡിഡേറ്റ്സ് എന്നായിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ വിളിക്കുക, UAE നമ്പറിലേക്ക് വിളിക്കുക. തലേ ദിവസമോ അതിന് മുന്നത്തെ ദിവസമായിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് മീറ്റ് ചെയ്തിട്ട് അങ്ങനെ മീറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഫോണിലൂടെ സംസാരിച്ചിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ചും കൂടി ഒരു ട്രെൻഡിങ് കോഴ്സാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാറുണ്ട്. UAE-ൽ നമുക്ക് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് പറയാൻ പറ്റില്ല, നിങ്ങളെ റെഫറൻസാണ് മെയിനായിട്ട് വേണ്ടത്. പക്ഷേ നമ്മളെ അറിവിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരും. പക്ഷേ നമ്മൾ ഷുവർട്ടി എടുത്തിട്ട് ഒരിക്കലും അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യാറില്ല. നാട്ടിലാകുമ്പോൾ നമുക്ക് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഓൾറെഡി പറഞ്ഞുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഈ മെഡിക്കൽ കോഡേഴ്സ് ഇൻഷുറൻസ് കോർഡിനേറ്റർ എന്നുള്ള ഒരു പൊസിഷനിൽ എത്തുന്നത്, എങ്ങനെയാണ് നമ്മൾ മെഡിക്കൽ കോഡറായിട്ട് തന്നെ നമ്മൾ കയറണോ? മെഡിക്കൽ കോഡിംഗ് ജോബ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയണത്. അതേപോലെ നിങ്ങൾ ഇൻഷുറൻസ് കോർഡിനേറ്ററായിട്ട് എങ്ങനെയാണ് കയറുക, അതിൽ ജോബ് റോൾ എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇൻഷുറൻസ് കോർഡിനേറ്റർ, അപ്പോൾ ആദ്യം ഞാൻ UAE-ത്തെ ഒരു പ്രോസസ്സ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. UAE-ത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരും ഇൻഷുറൻസ്, ഒരുവിധം എല്ലാവരും ഇൻഷുറൻസ് ഡിപ്പെൻഡഡ് ആണ്. കാരണം ഇൻഷുറൻസ് എടുക്കാതെ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ എഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഹെൽത്തിൻ്റെ കാര്യത്തിൽ ആരും റിസ്ക് എടുക്കാതെ എല്ലാവരും ഇൻഷുറൻസ് എടുക്കാറുണ്ട് അല്ലേ. സോ ഈ ഇൻഷുറൻസ് കോർഡിനേറ്റർ എന്നുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ പോകുന്ന വെച്ചാൽ ഓൾറെഡി ഫ്രണ്ട് എൻഡിൽ കുറച്ച് ആൾക്കാരും ഒക്കെ ഉണ്ടായിരിക്കും. ആ ഫ്രണ്ട് എൻഡിൽ എന്താണ് ചെയ്യാറ്, നമ്മൾ ഡീറ്റെയിൽസ്, നമ്മൾ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, അഥവാ നമ്മളെ പേര് ഡീറ്റെയിൽസ്, നമ്മൾ മീൻസ് എമിറേറ്റ്സ് ID, നമ്മൾ ഏത് ഇൻഷുറൻസാണ്, ഇൻഷുറൻസിൻ്റെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ, അത് അപ്രൂവൽ എങ്ങനെ എടുക്കണം, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കയറുമ്പോൾ നിങ്ങളോട് എമിറേറ്റ്സ് ID കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾ അപ്പോയിൻമെൻറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് ആയാൽ നിങ്ങൾ അപ്രൂവലിനയക്കും. അപ്രൂവലിന് അയച്ചു കൊടുക്കുക. ഈ ഇൻഷുറൻസ് കോർഡിനേറ്റർ എന്നുള്ള ഒരു പൊസിഷൻ പറയണത് മെയിനായിട്ട് അപ്രൂവൽ എടുക്കണം. ഇതല്ലാതെയും ഉള്ള കുറച്ച് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് നമ്മൾ ഇൻഷുറൻസ് വാലിഡ് ആണോ, അതേപോലെ നമ്മൾ അപ്പോൾ തന്നെ ഫ്രണ്ട് എൻഡിലുള്ള ആൾക്കാർ തന്നെ ചെക്ക് ചെയ്യും നമ്മൾ ഇൻഷുറൻസ് വാലിഡ് ആണോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഏത് ഇൻഷുറൻസ് ആണ്, ഇവിടെ പല ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഉണ്ട്. ഹൈ
എൻഡ് ഇൻഷുറൻസ് ഉണ്ട്. ഹൈ എൻഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അതിന് അപ്രൂവൽ എടുക്കേണ്ടി, ചില ഇൻഷുറൻസിനൊന്നും അപ്രൂവൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇൻഷുറൻസ് കോർഡിനേറ്റർക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഇൻഷുറൻസ് മീൻസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഇൻഷുറൻസ് കോർഡിനേറ്റർക്ക് തന്നെ പറയാൻ പറ്റും. ഇല്ലാത്ത നമ്മൾ ഇൻഷുറൻസിന് അപ്രൂവൽ കൊടുക്കണം. ഈ അപ്രൂവൽ കൊടുക്കുന്ന ഒരാളും കൂടിയാണ് ഇൻഷുറൻസ് കോർഡിനേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇൻഷുറൻസിന് അപ്രൂവ്ഡ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യിപ്പിക്കാം. വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഇപ്പോൾ നമ്മളെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ കോപ്പേ ഇൻഷുറൻസ് എന്നുള്ളൊരു കാര്യമുണ്ട്. കോപ്പേ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് 100 dirhams ആണ് നമ്മളെ പേയ്മെൻറ്റ് വന്നതെന്ന് വിചാരിക്കുക. അതിൽ 80% ആണ് നമുക്ക് നമ്മൾ ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്ത് തരാം. 20% എന്ന് പറഞ്ഞാൽ കോ പേയ്മെൻ്റ് ആണ്. കോ പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കണം, ഓരോ പേഷ്യൻസ് വേണം കൊടുക്കാൻ. ഇപ്പോൾ ഈ ഇൻഷുറൻസ് കോർഡിനേറ്ററോ ആരെങ്കിലും ഇപ്പോൾ മീൻസ് ഇത് റോങ് ആയിട്ട് എൻ്റർ ചെയ്തെന്ന് വിചാരിക്കുക. ഈ 20%-ന് പകരം 10%-ഓ അങ്ങനെ റോങ് ആയിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രൊവൈഡേഴ്സിന് കിട്ടുന്ന പേയ്മെൻറ്റിലാണ് അത് കുറഞ്ഞു പോവുക. അപ്പോൾ ഈ ഇൻഷുറൻസ് കോർഡിനേറ്റേഴ്സ് എപ്പോഴും അതിൻ്റെ അപ്രൂവൽസ് എടുക്കുമ്പോഴായാലും അതുപോലെ ഈ ഫ്രണ്ട് എൻഡിലായാലും ആൾക്കാർ എപ്പോഴും ഇത് എൻ്റർ ചെയ്യുമ്പോൾ കറക്റ്റ് എൻ്റർ ചെയ്തില്ലെങ്കിൽ കിട്ടുന്ന പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അതൊരു വ്യത്യാസങ്ങൾ വരാം. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയാം, ഈ മെഡിക്കൽ കോഡേഴ്സ് ഇൻഷുറൻസ് കോർഡിനേറ്റർ ആകുമ്പോൾ ഈ പ്രീ അപ്രൂവൽസിൽ വർക്ക് ചെയ്യണമെന്ന് പറയുന്നത് ഒരുപാട് നോളജ് കിട്ടും. ഈ പ്രീ അപ്രൂവൽസിൻ്റെ ആയാലും കുറേ കാര്യങ്ങൾ നോളജ് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ഇൻഷുറൻസും എല്ലാ ഇതും അപ്രൂവ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമ്മളൊരു ടെസ്റ്റ് എഴുതി, ആ ടെസ്റ്റ് ഡോക്ടർ ഒരു ടെസ്റ്റ് എഴുതി വിചാരിക്കുക. ആ ടെസ്റ്റ് എഴുതിയിട്ട് ആദ്യം ഇൻഷുറൻസ് കോർഡിനേറ്റർ ചെക്ക് ചെയ്യണം, ഇത് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷനാണോ അതോ ഇപ്പോഴത്തെ കണ്ടീഷനാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അപ്രൂവൽ കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു 6 months നമ്മൾ ഒരു ഇൻഷുറൻസ് എടുത്ത് ആ 6 months 2 months 3 months ഉള്ളിലായിട്ട് നമ്മൾ ഡിസീസ് കണ്ടീഷനായിട്ട് പോവുമെന്ന് വിചാരിക്കുക. ആ ഡിസീസ് കണ്ടീഷനായിട്ട് പോകുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് അത് ഡയഗ്നോസ് ചെയ്ത് ഇതൊരു ക്രോണിക് കണ്ടീഷനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് അപ്രൂവ്ഡ് ആവാൻ ചാൻസ് ഇല്ല, റിജക്ഷൻ വരാനാണ് ചാൻസ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇനി അപ്രൂവൽ എടുക്കാത്ത കേസ് ഉണ്ടല്ലോ, ഹൈ ലെവൽ ഇൻഷുറൻസിന് അപ്രൂവൽ എടുക്കണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്രൂവൽ എടുക്കാത്ത കേസാണെന്ന് വെച്ചാൽ നമ്മൾ അതിന് ഇൻഷുറൻസ് കോർഡിനേറ്റർ ആണ് ഡിസൈഡ് ചെയ്യുക ഇത് എന്തൊക്കെ വേണമെന്ന്. പക്ഷേ എന്ന് വെച്ചിട്ട് കൂടുതൽ ഡോക്ടേഴ്സ് ആവശ്യമില്ലാതെ കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കോർഡിനേറ്റർ വേണം അത് ഡോക്ടറെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരെ ഇൻഷുറൻസ് കോർഡിനേറ്റർ എന്നുള്ള ഒരു പൊസിഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഇൻഷുറൻസ് കോർഡിനേറ്റർ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഈ മെഡിക്കൽ കോഡേഴ്സ് ഇൻഷുറൻസ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇവരെ എല്ലാ വർക്ക്സും ആണ് പഠിക്കുന്നത്. ഇൻഷുറൻസ് ഫീൽഡിലുള്ളവർക്കും അത് ചില ടൈമിൽ ഇങ്ങനത്തെ ഈ വർക്ക്സും പ്രീ അപ്രൂവൽസും അതിൻ്റെ ഈ ക്ലെയിമിൽ സബ്മിറ്റ് ചെയ്യുന്നതും കുറേ കാര്യങ്ങളാണ് വരുന്നത്. ഇതെല്ലാം ഈ ഇൻഷുറൻസ് കോർഡിനേറ്ററും മെഡിക്കൽ കോഡിങ് തമ്മിലുള്ള ഒരു ബന്ധമാണ്. പിന്നെ ഇനി ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു അനീമിക് ഒരു സിറ്റുവേഷനായിട്ട് ഒരു പ്രഗ്നൻസി മെറ്റേണിറ്റി ആയിട്ടുള്ള ആൾക്കാർ വരികയാണ്, ആ ഒരു കണ്ടീഷനിന് വരികയാണ്. അപ്പോൾ ചിലപ്പോൾ ഡോക്ടർ ആയാലും ഇത് കോഡ് ഇട്ടുണ്ടാവുക ജസ്റ്റ് അനീമിക് കോഡ് ആയിരിക്കും. എന്നുവെച്ചാൽ എല്ലാ ഡോക്ടേഴ്സും മെഡിക്കൽ കോഡേഴ്സ് ആവണം എന്നില്ല. അപ്പോൾ ഫ്രണ്ട് എൻഡിലുള്ള ആൾക്കാർ ഈ ബില്ലിങ്ങിനുള്ള പാർട്ടിത്തെ ആൾക്കാർക്കും അത് അറിയണം എന്നില്ല. ഈ മെഡിക്കൽ കോഡേഴ്സ് ഇൻഷുറൻസ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ അപ്പോൾ ഈ വെറും അനീമിക് കോഡല്ല, മെറ്റേണിറ്റി ഉള്ള ഓ കോഡ് വേണം ഇട്ട് കൊടുക്കുക എന്നുള്ള ആ ഒരു കറക്ഷൻസൊക്കെ നമുക്ക് ആർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? നമുക്ക് ഡോക്ടേഴ്സിനായാലും ഈ ബില്ലിംഗ് സെഷനിലായാലും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ മെഡിക്കൽ കോഡേഴ്സും ഇൻഷുറൻസ് കോർഡിനേറ്ററൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം. എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് ഈ മെഡിക്കൽ കോഡേഴ്സ് നമ്മളെ ഇൻഷുറൻസ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യണമെന്നുള്ള ഒരു ആൻസറാണിത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ ക്ലിനിക്കിലൊക്കെ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഇൻഷുറൻസ് കോർഡിനേറ്റർ ഒരാളായിരിക്കും, ഫ്രണ്ട് എൻഡിലുള്ള ആൾ തന്നെ ആയിരിക്കും എല്ലാ അപ്രൂവൽസ് എടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഫ്രണ്ട് എൻഡ് മീൻസ് ഒരാൾ തന്നെ ആയിരിക്കും ഇൻഷുറൻസ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സെയിം ആൾ തന്നെ. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓരോ ഹോസ്പിറ്റൽസും ക്ലിനിക്കും തമ്മിൽ ചില വലിയ ഹോസ്പിറ്റലെന്ന് വെച്ചാൽ പ്രീ അപ്രൂവലിന് ആളുണ്ടായിരിക്കും, പിന്നെ ക്ലെയിം സബ്മിറ്റ് ചെയ്യാനും എല്ലാത്തിനും വേറെ വേറെ ആൾക്കാരുണ്ടായിരിക്കും, ഫ്രണ്ട് എൻഡിൽ വേറെ ആളുണ്ടായിരിക്കും.
ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ ക്ലിനിക്കാണോ ഹോസ്പിറ്റലാണോ അതൊക്കെ സെലക്ട് ചെയ്യണ പോലെയാണ് ഇത് ഡിപ്പെൻസ് വരുന്നത് കേട്ടോ. പിന്നെ പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഇൻഷുറൻസ് കോർഡിനേറ്റർ അപ്രൂവൽ അയക്കുമല്ലോ. അപ്പോൾ അവിടെ ഇൻഷുറൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിരിക്കില്ല, അവരെ പറയുന്നതാണ് ഈ മെഡിക്കൽ റിവ്യൂവേഴ്സ്, അങ്ങനത്തെ നെയിമാണ് അവരെ വിളിക്കുക. അപ്പോൾ അവരാണ് നമുക്ക് തിരിച്ച് ഇത് മീൻസ് ഉള്ള കാര്യം, ഇത് അപ്രൂവ് ആയി എന്നുള്ള കാര്യം ഇൻഷുറൻസ് കോർഡിനേറ്റർ അറിയിക്കും. ഇൻഷുറൻസ് കോർഡിനേറ്ററാണ് തിരിച്ച് ഇത് പേഷ്യൻസിനായാലും ഇവരെ അറിയിക്കുക, ഇല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഇൻഷുറൻസ് കോർഡിനേറ്റർ ആസ് എ മെഡിക്കൽ കോഡർ എന്ന് പറഞ്ഞാലും ഇൻഷുറൻസ് കോർഡിനേറ്ററായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും പ്രോസസ്സിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടും നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഓരോ ഹോസ്പിറ്റലിനായാലും ക്ലിനിക്കിനായാലും ഇൻഷുറൻസ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷൻ മാൻഡേറ്ററി ആണ്. അപ്പോൾ നമുക്കൊരു ജോബിനും കുറച്ചും കൂടി സിമ്പിളായിരിക്കും എന്ന് പറയുന്നത്. സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, റെഫറൻസ് അപ്പോഴായാലും ഇവിടുത്തെ ഒരു കേസിൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ. നമുക്ക് ഹൈ എൻഡ് കാർഡ്സ് മീൻസ് ഈ കുറച്ചും കൂടി നല്ല ഇൻഷുറൻസിന് അപ്രൂവൽ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരു ഡോക്ടർമാർ പോയിട്ട് ഇപ്പോൾ എല്ലാ ടെസ്റ്റും എഴുതുകയെന്ന് വെച്ചാൽ നമുക്ക് ഇൻഷുറൻസ് കോർഡിനേറ്ററാണ് അത് ക്ലെയിമൊക്കെ വെരിഫൈ ചെയ്തിട്ട് മീൻസ് എന്താണ് ആ ഒരു ഫയൽ വെരിഫൈ ചെയ്തിട്ട് നമ്മൾ ഈ ആൾക്ക് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ഉണ്ടായിരുന്നോ, അതോ ഈ ഫുള്ള് ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഡോക്ടറോട് സജസ്റ്റ് ചെയ്യാം ഇത്ര ടെസ്റ്റ് പ്രിലിമിനറി ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അടുത്ത ടെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു ഓപ്ഷനൊക്കെ കൊടുക്കാവുന്നതാണ് ഇൻഷുറൻസ് കോർഡിനേറ്റർ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാ ഇൻഷുറൻസ് നമ്മൾ ക്ലെയിമിങ് പ്രോസസ്സ് വരികയെന്ന് വെച്ചാലും ആ സമയത്ത് ഇത് അപ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ ചില ടൈമിൽ മെഡിക്കൽ റിപ്പോർട്ട്സ് ചോദിക്കാം. നമ്മൾ ഇൻഷുറൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ മെഡിക്കൽ റിപ്പോർട്ട് ചോദിക്കുക. പക്ഷേ ആ മെഡിക്കൽ റിപ്പോർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴായാലും കറക്റ്റ് ഇപ്പോൾ ലെഗിൻ്റെതാണെന്ന് വെച്ചാൽ ലെഗിൽ തന്നെ അബ്ഡോമൻ്റെ എന്തെങ്കിലും പ്രോബ്ലം എന്ന് വെച്ചാൽ അബ്ഡോമൻ്റെ ആ റിപ്പോർട്ട് തന്നെ കറക്റ്റ് ഇത് ചെയ്യണം. ഈ കറക്റ്റ് റിപ്പോർട്ടൊന്നും ഇൻഷുറൻസ് കോർഡിനേറ്റർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ റിജക്ഷൻ വരും. ആ റിജക്ഷൻ വരുമ്പോൾ എന്തായാലും അറിയാലോ, നമ്മൾ പേഷ്യൻസ് നമ്മൾക്ക് എന്തായാലും അതിനുള്ള എന്തുണ്ടാവില്ല, ഒരു ക്ഷമ ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് എൻറ്റയർ ക്ലിനിക്കിനായാലും എൻറ്റയർ ഹോസ്പിറ്റലിനായാലും അതിന് ബാധിക്കും. അപ്പോൾ ഇൻഷുറൻസ് കോർഡിനേറ്റർ എപ്പോഴും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ഇത് ഓരോന്ന് അപ്ലോഡ് ചെയ്യാം. പിന്നെ അതേപോലെ ഈ ഇൻഷുറൻസ് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഈ റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അപ്രൂവൽ എടുക്കാൻ സാധിക്കും. അപ്പോൾ ചില കേസിൽ ഈ റിപ്പോർട്ട് ഉണ്ടായാലും അപ്രൂവൽ വരാൻ റിജക്ഷൻ വരുന്ന കേസുണ്ട്. അപ്പോൾ വീണ്ടും അവർ അപ്രൂവലിന് അയക്കും. അങ്ങനെയുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സാണ് ഈ മെയിനായിട്ട് ഇൻഷുറൻസ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞ ഒരു ഇത് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണം. നിങ്ങൾ വിചാരിക്കണം ഭയങ്കര തിരക്കിലായാലും കുറച്ച് തിരക്കിൽ തന്നെ ആയിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ എനിക്ക് കഴിഞ്ഞ വീഡിയോ ഈ മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഞാൻ ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യങ്ങളായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അടിയിൽ കൊടുക്കാം കേട്ടോ, ഈ അടിയിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ അതിൽ നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തതിൽ ചെറിയൊരു ഡൗട്ടാണ് ഈ ഒരു ഡൗട്ട്, അതിന് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇനിയും ഒരുപാട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് ഫ്രീ ആകുമ്പോൾ ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു ചാനലാണ് ഇൻഡസ് ടോക്സ് ആണ്. ഇത് എൻ്റെ അറിവിൽ ഉള്ള നോളജും അങ്ങനത്തെ മീൻസ് നമുക്ക് പറഞ്ഞു തരുന്ന ആൾക്കാർ കളക്ട് ചെയ്തുള്ള ഇൻഫോർമേഷനും കൂടിയാണ്. അപ്പോൾ മേ ബി ചില തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ മറക്കണ്ട, ഇൻഡസ് ടോക്സ് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഫർദർ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് വരിക കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുന്ന ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നെക്സ്റ്റ് ബാച്ച് തന്നെ മാർച്ച് 31 1 മണി മുതൽ 3 മണി വരെയാണ് ഇന്ത്യൻ ടൈം. UAE ടൈം 11:30 to 1:30. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഇന്ത്യൻ കുട്ടികളാകുമ്പോൾ ഇന്ത്യൻ നമ്പറിലേക്ക് വിളിക്കുക, UAE കാൻഡിഡേറ്റ്സ് ആകുമ്പോൾ UAE നമ്പറിലേക്ക് വിളിക്കുക. എന്നായിട്ട് അപ്പോയിൻമെൻറ്റ്സ് ഉള്ള കുട്ടികൾ UAEയിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരിക. അപ്പോൾ
അബൂബക്കർ സിദ്ദീഖ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് നമ്മളെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ എന്ന് വെച്ചാൽ കൂടുതൽ നിങ്ങളെ പേഴ്സണൽ ഡൗട്ട്സിന് ഫോൺ കോൾസ് വേണ്ട, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ പറയും. എൻ്റെ അറിവുള്ള ഒരു നോളജാണെന്ന് വെച്ചാൽ റിപ്ലൈ പറയാം കേട്ടോ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.